Good morning, dear students. Today we are going to study about Faraday's law and electrolysis. An electrochemical cell is a cell which converts chemical energy into electrical energy. That is chemical energy of a spontaneous chemical reaction into electrical energy. In an electrolytic cell, electrical energy is consumed for carrying out a non-spontaneous chemical reaction. Example for that is electrolysis. Copper is purified by electrolysis. നമ്മൾ കോപ്പർ ഇലക്ട്രോളിസിസ് വഴി പ്യൂരിഫൈ ചെയ്യുമ്പോൾ ആനോഡും കോപ്പർ ഇലക്ട്രോഡ് തന്നെയാണ്, കാത്തോഡും കോപ്പർ ഇലക്ട്രോഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പ്യുവർ കോപ്പർ വിൽ ബി ഡെപ്പോസിറ്റഡ് അറ്റ് ദി കാത്തോഡ്. Faraday's first law. Faraday's first law എന്ന് പറഞ്ഞാൽ amount of substance deposited at an electrode is directly proportional to the quantity of current flowing through electrolyte. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കറന്റ് ആണോ ഫ്ലോ ചെയ്യുന്നത് അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ m proportional to q, where m is the amount of substance and q is the quantity of current flowing. q എന്ന് പറഞ്ഞാൽ it ആണ്, so we can write m proportional to it, or m is equal to ZIT, where Z is called the electrochemical equivalent. ഇനി അടുത്തത് ഫാരഡേസ് സെക്കൻഡ് ലോ. ഫാരഡേസ് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ബൈ പാസിംഗ് സെയിം ക്വാണ്ടിറ്റി ഓഫ് കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ കെമിക്കൽ ഈക്വലന്റ് വെയിറ്റ്. ദാറ്റ് ഈസ് amount of A deposited divided by amount of B deposited is equal to equivalent weight of A divided by equivalent weight of B. Current carried by 1 mole of electron. നമ്മൾ 1 mole സിൽവറിന്റെ റിഡക്ഷൻ കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ എഴുതുമ്പോൾ Ag plus 1 ഇലക്ട്രോൺ gives Ag എന്ന് എഴുതും. ഇവിടെ ഒരു സിൽവറിന് റിഡക്ഷൻ നടത്താനായിട്ട് ഒരു ഇലക്ട്രോൺ ആവശ്യമുണ്ട്. അപ്പോൾ 1 മോൾ സിൽവർ റിഡക്ഷൻ നടത്താനായിട്ട് 1 മോൾ ഇലക്ട്രോൺസ് ആവശ്യമുണ്ട്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.602 into 10⁻⁻19 coulombs ആണ്. ഇനി 1 മോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് 6.023 into 10⁻23. ഇനി ചാർജ് ക്യാരിഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1.602 into 10⁻⁻19 multiplied by 6.023 into 10⁻23. That is equal to 96,487. That is approximately equal to 96,500 coulombs. That is equal to 1 farad. So, to deposit 1 mole of silver, we require 1 Faraday current. That means the molecular mass of silver is 108 grams. So, to deposit 108 gram of silver, we require 1 Faraday current. 1 Faraday is equal to 96,500 coulombs. That is, 1 Faraday can be defined as the current carried by 1 mole of electron. ഇതുപോലെ നമ്മൾ കോപ്പർ കൺസിഡർ ചെയ്താൽ 1 mole കോപ്പർ റിഡക്ഷൻ നടക്കാനായിട്ട് Cu2++ 2 ഇലക്ട്രോൺ ഗിവ്സ് Cu. അപ്പോൾ ഒരു മോൾ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 moles ഇലക്ട്രോൺ ആവശ്യമുണ്ട്. സോ ദ കറന്റ് റിക്വയർഡ് ഈസ് 2 Faraday. ഇനി അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ Al3++ 3 ഇലക്ട്രോൺ ഗിവ്സ് Al. സോ ടു ഡെപ്പോസിറ്റ് 1 mole അലൂമിനിയം വി റിക്വയർ 3 Faraday കറന്റ്. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് 0.5 മോൾ അലൂമിനിയം ആണെന്നുണ്ടെങ്കിൽ എത്ര കറന്റ് ആവശ്യമുണ്ടാവും? 1 mole ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് 3 Faraday കറന്റ് ആവശ്യമുണ്ട്. സോ ടു ഡെപ്പോസിറ്റ് 0.5 മോൾ ഓഫ് അലൂമിനിയം വി റിക്വയർ ഓൺലി 1.5 Faraday കറന്റ്. എന്ന് പറഞ്ഞാൽ 27 grams അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് 3 Faraday കറന്റ് വേണം. 13.5 grams അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് 1.5 Faraday കറന്റ് മതി. പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ഇലക്ട്രോഡ്. ഗോൾഡ്, പ്ലാറ്റിനം പോലെയുള്ള ഇനേർട്ട് ഇലക്ട്രോഡാണ് ഇലക്ട്രോളിസിസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോഡ് ഒന്നും റിയാക്ഷൻസിൽ പങ്കെടുക്കില്ല. കോപ്പർ പോലെയുള്ള ഇലക്ട്രോഡ്സ് ഒക്കെ ആക്റ്റീവ് ആണ്, അത് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കും. സോ ദി നേച്ചർ ഓഫ് ദി പ്രോഡക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ഇലക്ട്രോഡ്. കൺസിഡർ ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. NaCl gives Na++ Cl- ion.
ഇവിടെ cation Na plus ion move towards the cathode and anion Cl minus ion move towards the anode. Na plus ion accepts one electron and becomes Na. That is, Na plus ions gets reduced at the cathode. Whereas Cl minus ion loses electron at the anode and gets oxidized. So, sodium metal is deposited at the cathode and the chlorine gas is liberated from the anode in the electrolysis of molten sodium chloride. Therefore, molten sodium chloride on electrolysis gives sodium at the cathode and the chlorine gas from anode. Consider the electrolysis of sodium chloride solution. Sodium chloride solution എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് sodium chloride ഉണ്ട് water ഉണ്ട്. So the ions are Na plus, Cl minus, H plus and OH minus ions. Here Na plus ions and H plus ions, that is the cations, move towards the cathode. Cl minus ions and OH minus ions, that are the anions, move towards the anode. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോളിസിസിൽ നമുക്ക് കാത്തോഡ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. Na പ്ലസ് അയോൺസ് എച്ച് പ്ലസ് അയോൺസും രണ്ടും കാത്തോഡിലോട്ട് പോകും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എച്ച് പ്ലസ് അയോൺസിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ Na പ്ലസ് അയോൺസിനേക്കാളും കൂടുതൽ. അപ്പോൾ കാത്തോഡിൽ റിഡക്ഷൻ നടക്കുന്നത് എച്ച് പ്ലസ് അയോൺസിൻ്റെ ആയിരിക്കും. എച്ച് പ്ലസ് അയോൺസ് ആക്സെപ്റ്റ്സ് വൺ ഇലക്ട്രോൺ ആൻഡ് ബിക്കംസ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഫോം ചെയ്യും. ഈ എച്ച് പ്ലസ് അയോൺസ് ഫോം ചെയ്യുന്ന വാട്ടറിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? H2O plus 1 electron gives half H2 plus OH minus ions. That is, H plus ions 1 electron accept ചെയ്ത് half H2 ആയിട്ട് മാറും. H2 ionize ചെയ്താൽ H plus ion OH minus ions ആയിട്ട് മാറും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് H2O plus 1 electron gives half H2 plus OH minus ions. ഇനി സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇലക്ട്രോളിസിസിൽ ആനോഡ് റിയാക്ഷൻ എന്താന്ന് നോക്കാം. Cl മൈനസ് അയോൺസും OH മൈനസ് അയോൺസും ആനോഡിലോട്ട് പോകും. ഇവിടെ ഓക്സിഡേഷൻ നടക്കേണ്ടത് E0 വാല്യൂ ഏതിനാണോ കുറവുള്ളത്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ളതാണ് ഓക്സിഡൈസ് ചെയ്യേണ്ടത്. OH മൈനസ് അയോൺസിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് കുറവുള്ളത്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കേണ്ടത് OH മൈനസ് അയോൺസിൻ്റെ ആണ്. പക്ഷെ OH മൈനസ് അയോൺസ് ഓക്സിഡേഷൻ നടന്നാൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഓക്സിജൻ ലിബറേറ്റ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്നത് ഓവർ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഓവർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് Cl മൈനസ് അയോൺസിൻ്റെയാണ്. അപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആകുമ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നത് Cl മൈനസ് അയോൺസിൻ്റെയാണ്. Cl minus ions gives half Cl2 plus 1 electron. So during the electrolysis of sodium chloride solution, hydrogen gas is liberated from the cathode and the chlorine gas from anode. And the remaining solution is sodium hydroxide. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ ഇലക്ട്രോളിസിസിൽ കാത്തോഡ് റിയാക്ഷൻ H2O plus 1 electron gives half H2 plus OH minus ion. ഇനി ആനോഡ് റിയാക്ഷൻ Cl minus gives half Cl2 plus 1 electron. So hydrogen gas is liberated from the cathode and chlorine gas is liberated from the anode. Remaining solution is sodium hydroxide.